ഹലോ ഗൈസ്, അപ്പോൾ ദാ ATS ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് മൊത്തം വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അമ്മ രാവിലെ പൂവിടുന്നതാണ് കാണുന്നത്. മഴ തോളുന്നതുകൊണ്ട് കൊച്ച് ആദമോള് കുട ചൂടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ പൂവിട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പൂ തീർന്നു പോയി ഗൈസ്. അപ്പോൾ ദേ അപ്പുറേ അമ്മയുടെ അല്ല അമ്മാവൻ്റെ മുറ്റത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂ നിൽപ്പുണ്ട്. അപ്പോൾ ഞാനത് പോയി പറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തൊന്നും പൂ മേടിച്ചിടുമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പൂക്കളും പിന്നെ ചുറ്റുംപുറം നിൽക്കുന്ന പൂക്കളും ഒക്കെ പറിച്ചാണ് നമ്മൾ പൂവിടുന്നത്. അങ്ങനെ അന്നത്തെ പൂക്കളം തീർത്തു. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ പൂവിട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിന് ഞങ്ങൾ പൂവിട്ട് തുമ്പക്കടമൊക്കെ ഇട്ട് മാവേലിയെ എതിരേക്കാൻ തയ്യാറാക്കിയെല്ലാം വയ്ക്കും. പിന്നെ മണ്ണും കൊണ്ട് മാവേലിയെ ഉണ്ടാക്കും. തൃക്കാക്കരയപ്പനെ, അമ്മിക്കല്ല്, ആട്ടുകല്ല്, ഉരലൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പോൾ തൽക്കാലം പൂവട ചുട്ട് ചാരിയുള്ളൂ, പൂത്തറി ഒന്നും ഇട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പൂവട ചുട്ട് ചാരിയത് മാത്രമേ ഉള്ളൂ. 10 ദിവസം മുടങ്ങാണ്ട് അമ്മച്ചി പൂവിട്ടതുകൊണ്ട്. പിന്നെ ഇത് മക്കളൊക്കെ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ ഇത് സദ്യയാണ് കേട്ടോ. അമ്മച്ചി ചോറ് വിളമ്പുന്നു എല്ലാവർക്കും. അച്ചായും കൊച്ചുമക്കളും ആദ്യം വരുന്നു. എൻ്റെ അച്ഛനാണേ അത്. അച്ഛനും കൊച്ചുമക്കളും ആദ്യം വരുന്നു. ഇതാ എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 ആങ്ങളമാരും. അപ്പോൾ ഓണസദ്യ ഞങ്ങൾ കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അവർക്കെല്ലാം വിളമ്പി കൊടുത്തിട്ട് ലാസ്റ്റാട്ടോ ഞാനും അമ്മയും നാത്തൂനും വരുന്നത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഓണസദ്യ എല്ലാം റെഡിയാക്കിയത്. പാലട പായസം ഉണ്ടായിരുന്നു, പിന്നെ ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു. അങ്ങനെ 2 കൂട്ടം പായസം എല്ലാം ആയിട്ടതാ ഞങ്ങൾ വീട്ടിൽ ഞങ്ങളുടേതായ ചെറിയ സദ്യ ഒരുക്കി ഓണം ആഘോഷിച്ചു. പിന്നെ ഞങ്ങളത് സദ്യ ഊണെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇത് നാത്തൂനാണ് കേട്ടോ. ഞങ്ങളൊരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളിതേ ചെറിയൊരു ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു. ഇനിയിപ്പം അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്.